കൊപ്പം സംവാദത്തിൻ്റെ ഫലം എന്താ? കൊപ്പം കേൾക്കുന്നതിനെ ചിലർക്ക് പേടിയാ. കൊപ്പം സംവാദം നിങ്ങളാണ് ഉയർത്തി കാണിച്ചു കൊണ്ടുവന്നത്. ഇന്നലെ ഒരാൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഉയർത്തി കാണിക്കാതിരിക്കും, നിങ്ങൾ ഇസ്തിഗാസ വിഷയം വെച്ച് മുങ്ങിയാൽ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണോ? എന്താ കൊപ്പത്ത് സംഭവിച്ച് ഞാനത് ചെമ്മാട്ട് വെച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വാദപ്രതിവാദത്തിന് വെല്ലുവിളി നടക്കുന്നു, വ്യവസ്ഥ എഴുതുന്നു, വിഷയം ഇസ്തിഗാസ. ഇസ്തിഗാസ വിഷയത്തിൽ വാദപ്രതിവാദം എഴുതി ജൂലൈ 23 ശനിയാഴ്ച 10 മണിക്ക് മുജാഹിദുകൾ വന്ന് കാത്തു നിൽക്കുന്നു. ഇവര് പോയില്ല. ആ പ്രവർത്തകർ വേദനിച്ചു, വല്ലാതെ വേദനിച്ചു. ഇന്നും അവർ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊപ്പത്ത് ചെന്നു, വഹാബികളെ ഞങ്ങളുണ്ട് ഇസ്തിഗാസ തെളിയിക്കാൻ, വരി, ഞങ്ങൾ റെഡി. ഞങ്ങൾ പറഞ്ഞു, നമ്മളവിടെ ചെന്ന് പറഞ്ഞു. അപ്പൊ അനസ് മൗലവി വന്നിട്ട് പറഞ്ഞു, കണ്ടോ ഇവരൊരു കഷ്ടക്കാലം, ഈ അഹ്സനിയും കൂട്ടരും പോയിന്റെ ശേഷം ഇവർക്കൊരു വാദപ്രതിവാദം വരെ നടത്താൻ കഴിഞ്ഞില്ല. വല്ലാത്ത മാനക്കേടായി. മൗലവിയല്ലേ ഇത് വിളിച്ചു പറയുന്നത്? മൗലവിക്കാളുള്ളത് ഏറ്റവും കൂടുതൽ അറിയാം, കാരണം അയാളാണല്ലോ ഇത് അനുഭവിക്കുന്നത്. അയാളിത് വിളിച്ചു പറഞ്ഞു, ഇവർക്ക് വലിയ മാനക്കേട്. അങ്ങനെ അതാ നമ്മളെ സഖാഫി, വാളക്കുളത്തുകാരൻ സഖാഫി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, തൗഹീദ് ശിർക്കടക്കമുള്ള ഏത് വിഷയത്തിലും ഞാൻ റെഡി. അനസിന് അങ്ങോട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തതാ. വെല്ലുവിളിക്കേണ്ട രൂപം ആദ്യം പഠിക്കുക. ഇസ്തിഗാസയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ വെല്ലുവിളി തുടങ്ങുമ്പോൾ തന്നെ എന്താ പറയേണ്ടിന്നറിയോ? പഠിപ്പിച്ചത്. കൊപ്പത്ത് വെച്ച് ഇസ്തിഗാസ സംവാദം നടക്കാതെ പോയല്ലോ, അതുകൊണ്ട് മൗലവി ആ ഇസ്തിഗാസ സംവാദം ഏറ്റെടുത്ത് നടത്താൻ ഞാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ മൗലവി വന്നിട്ട് വേറെ വിഷയം പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ന്യായമുണ്ട് അവിടെ. അതല്ലല്ലോ, ഇത് ഊക്കിലാണ്, പൊട്ടിക്കല്ലേ. റെഡി റെഡി, ഓടാൻ റെഡി. എന്ത് റെഡി? ആർക്ക് റെഡി? റെഡി റെഡി എന്നൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞ ലഫ്ലാണോ അത്? അത് ആണത്തല്ലാത്തവൻ പ്രയോഗിക്കാൻ പാടുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അനസ് മൗലവിയോട് അങ്ങോട്ട് ഞാൻ റെഡിയാണ്, അങ്ങോട്ട് അല്ല. നിങ്ങൾക്ക് എന്ത് പറയാ? മറ്റേ മമ്പാട്ടുകാരൻ പറഞ്ഞ പോലെ നമുക്ക് ആദ്യം അള്ളാനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം. ആര്? ഇവനെ. അങ്ങനെ അള്ളാനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് മതി നമുക്ക് മറ്റുള്ളത്. അങ്ങോട്ട് വെച്ചു കൊടുക്കണ്ടായി തന്നെ. ഒരു തയ്യാറെടുപ്പില്ലാതെ റെഡി റെഡി അറിഞ്ഞു പോയി. മൗലവി വന്നിട്ട്, മൗലവി കിട്ടിയ ചാൻസ് അല്ലേ, അയാൾ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മുദബ്ബിറുൽ ആലം. അയാൾക്ക് നിങ്ങൾ ചാൻസ് കൊടുത്തതാ. അയാൾ ഇങ്ങോട്ട് പറഞ്ഞ് ഏതിലും റെഡി അറിഞ്ഞ് നിങ്ങൾ പറഞ്ഞേ അല്ലത്. ഞങ്ങൾ പറഞ്ഞു എന്ത്? ഞങ്ങൾ ഇപ്പോഴും പറയാണ്, ഞങ്ങൾ റെഡി റെഡി എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് വിഷയം എ മുതൽ സെറ്റ് വരെ ആദ്യത്തെ പരിഗണന മുദബ്ബിറുൽ ആലം. പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ജീവിതത്തിലാകോ 1000 ജന്മമെടുത്താൽ കഴിയോ? ഞങ്ങൾക്ക് കഴിയുന്നത് ഞങ്ങളുടെ പവറിലല്ല. ഞങ്ങളെ നോക്കുന്നത് ലോകം പോറ്റുന്ന മശായിഖന്മാരാണ്. ശൈഖ് മടവൂർ ഖുദ്ദസല്ലാഹു സിറ, അവരെ മദതിൽ നിന്നുകൊണ്ടല്ലേ ഞങ്ങൾ സംസാരിക്കുന്നത്. ഏത് വിഷയത്തിലും റെഡി വഹാബികളെ. ഒന്നാം പരിഗണന മുദബ്ബിറുൽ ആലം. നിങ്ങളൊന്നും നടത്തിനാല് പറയുന്നാല് കഴിയില്ലെങ്കിൽ പിരിച്ചുവിട്ടു പോയി ആദർശരംഗം ഞങ്ങൾ നടത്തിക്കോളാം. നിങ്ങൾ വല്ല പിന്നെ വീൽ ചെയറോ ഹെൽമറ്റൊക്കെ കൊടുത്ത് നടക്കി. നിങ്ങൾ ആദർശം അഹ്ലുസുന്നയുടെ ആളുകൾ പറയും. ഹബീബായ തങ്ങൾക്ക് നയലുണ്ടാക്കി തെദ്ബീറിലൊന്നും ഒരു ഐഡിയ ഇല്ലാഞ്ഞിട്ട് കുടുങ്ങിപ്പോയി. വളരെ വലിയ പടലാപട്ടെ. അവസാനം ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓലോടൊന്ന് നടത്തി നോക്കി, നമ്മളോടൊന്ന് നടത്തി നോക്കി. അത് നമ്മൾ ചമ്മാട്ടെന്ന് പറഞ്ഞു. നമ്മൾ പണ്ട് സംഘടനയിലായ കാലത്ത് മുമ്പിൽ വരാനെങ്കിലും ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ മുമ്പിൽ വരാൻ പോലുള്ള ധൈര്യമില്ല. ഞങ്ങളിവിടെ വാദപ്രതിവാദത്തിന് അവരെ ക്ഷണിച്ചിട്ടുണ്ട്, വ്യവസ്ഥ എഴുതിയിട്ടുണ്ട്, അവരോടിപ്പോയതാണ്. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു. നേരത്തെ തൊഴിൽ ഉസ്താദ് വിശദമായിട്ടേ പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ലാസ്റ്റ് ഇപ്പൊ ഇവിടെ എത്തിയെന്നറിയോ? ഇവരൊറ്റ വാക്ക് പറഞ്ഞു. ഈ വാളക്കുളംകാരനും മമ്പാട്ടുകാരനും ഒക്കെ വന്നിട്ട് പറഞ്ഞു, മുദബ്ബിറുൽ ആലം എന്നത് നിങ്ങളും നമ്മളും തർക്കത്തിലുള്ള വിഷയമല്ല, അതുകൊണ്ട് നമ്മളൊരു സംവാദത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അനസ് മൗലവി പറയാ, ഓ ഞങ്ങൾ വിഷയം ചോദിച്ചപ്പോഴേക്ക് തന്നെ പകുതി റെഡി ആയിട്ടുണ്ട്. കാരണം മുദബ്ബിറുൽ ആലമിൽ തർക്കമില്ല എന്നാണല്ലോ നിങ്ങളിപ്പോൾ പറയുന്നത്. ഒരു വാദപ്രതിവാദത്തിന് നിങ്ങൾ വന്നാൽ ബാക്കിയും കൂടി ഞങ്ങൾ ശരിയാക്കി തരാം.
അപ്പൊ എന്തായി? നമ്മളിങ്ങളും സമായി, പൂർണ്ണമായിട്ട് സമായി. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചേർന്ന് നമുക്ക് അഹ്സനിയുമായി വാദപ്രതിവാദത്തിന് ചെല്ലാം. നിങ്ങൾ രണ്ടെന്നല്ല, കുല്ലുഹും മജ്മഊൻ, ജിന്ന് ശൈത്താന്മാരെ കൂട്ടി വന്നാലും ആൺകുട്ടികളായി ഞങ്ങൾ ഉറച്ചു നിൽക്കും. ഞങ്ങൾ പിന്മാറില്ല. വാദപ്രതിവാദം കൊണ്ട് കിട്ടിയ മെച്ചാത് നിങ്ങൾ ഇങ്ങോട്ട് വരി, നമ്മളൊന്നല്ലേ അനസ്, നമ്മൾ രണ്ടാളും കൂടി അങ്ങോട്ട് പോവാ. വരി നിങ്ങൾ അനസ് പറയട്ടെ, കേട്ടോളി. കുട്ടിയായി ആരുമില്ല എന്ന സഹോദരങ്ങളെ, അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലെത്തിയിരിക്കുന്ന അവസ്ഥ. ഇപ്പൊ ഞങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഞങ്ങളൊരു വ്യവസ്ഥ വാദപ്രതിവാദം നടത്തുവാനുള്ള വ്യവസ്ഥക്ക് വേണ്ടി ഒരു വാദം വെച്ചപ്പോ, അത് മുദബ്ബിറുൽ ആലം എന്നൊരു വാദം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോ, CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന നിങ്ങളുടെ വാദം എന്ന് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ആ വാദമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഈ വിഷയത്തിൽ ഇനി ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ, കാന്തപുരം സമസ്തയുമായി മുദബ്ബിറുൽ ആലം എന്ന വിഷയത്തിലെ വാദം പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് ആ വാദവുമായി ബന്ധമില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, ഈ വിഷയത്തിൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കഴിയുമ്പോ സലഫികൾ ഇവിടെ പറയുന്ന ആദർശം നിങ്ങൾ അംഗീകരിക്കും, നിങ്ങൾ പ്രഖ്യാപിക്കും. എന്നിട്ട് നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഇതേ വിഷയം നൗഷാദ് ഹസനിക്ക് മുന്നിൽ വെച്ച് നമ്മൾ രണ്ടു കൂട്ടരും ഒരു സ്റ്റേജിൽ നിന്ന് നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അല്ലാഹ്. ഞങ്ങളൊരു വാദം വെച്ചപ്പോ തന്നെ ഞങ്ങൾക്ക് ഈ വാദമില്ല എന്ന് പറഞ്ഞ് തടിസലാമത്താക്കുന്നുവെങ്കിൽ, ഇനി ഈ ഒരു വ്യവസ്ഥയായി അങ്ങനെ സംവാദം നടന്നാൽ നിങ്ങൾ ഇതിൽ നിന്ന് 10 മടങ്ങ് മടങ്ങി തൗഹീദ് ഉൾക്കൊണ്ട് സലഫികളായി ഞങ്ങളോടൊപ്പം നിന്ന് നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് നേരെ ഇതേ വാദം തന്നെ നൗഷാദ് ഹസനുടെ മുന്നിൽ കൊണ്ടുപോയി നമ്മൾ വെക്കും. എന്നിട്ട് നമ്മൾ പറയും CM മടവൂർ മുദബ്ബിറുൽ ആലമാണ് എന്ന നിങ്ങളുടെ വാദം ശിർക്കാണ്, കുഫ്റാണ്. എന്നിട്ട് നമ്മൾ ശറഹുൽ മഖാസിദും കൊണ്ടുപോയി നേരെ നൗഷാദ് ഹസനുടെ മുന്നിൽ പോയി നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് വാദപ്രതിവാദം നടത്തും. അവിടെ നമുക്ക് കൊണ്ടുപോകാം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഈ ബുക്ക്. എന്നിട്ട് നൗഷാദ് ഹസനിക്ക് നമുക്ക് തെളിവുദ്ധരിക്കണം. ഇതിൽ പറഞ്ഞ റാസിയുടെ ഇബാറത്ത് നമുക്ക് നൗഷാദ് ഹസനിക്ക് ഉദ്ധരിച്ചു കൊടുക്കണം. നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ചു പോയി നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്കിപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ വാദം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ നന്നായി, വാദം ഉന്നയിച്ചപ്പോൾ തന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ തഖ്രീർ എഴുതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് പുറത്തിറക്കി മജ്ലിസുകളിൽ പാടണമെന്ന് പറഞ്ഞ്, വീടുകളിൽ പാടണമെന്ന് പറഞ്ഞ് മടവൂരിന്റെ പേരിൽ എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ എഴുതിയ ഒരു വാദം, ആ വാദം ഇവിടെ വാദപ്രതിവാദത്തിന്റെ വാദമായി ഞാൻ വെച്ചപ്പോൾ മറുഭാഗത്ത് വന്നയാള് ഞങ്ങൾക്ക് ആ വാദമില്ല, ആരാണ് ഈ വാദം പറഞ്ഞത്, ഔദ്യോഗികമായി ആരാണ് ഈ വാദം പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ നിങ്ങൾ പകുതി നന്നായെങ്കിൽ സംവാദം കഴിയുന്നതോടെ നിങ്ങൾ പൂർണ്ണ വഹാബികളായി സലഫികളായി മാറി നമ്മൾ രണ്ടു കൂട്ടരും ഒന്നിച്ച് നൗഷാദ് ഹസനിയുടെ മുന്നിൽ ഇതേ വാദം വെച്ച് നൗഷാദ് ഹസനിയുമായി വാദപ്രതിവാദം നടത്തുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി വരി, കൂട്ടുമുന്നണികളെയും കൂട്ടിക്കോളൂ. നിങ്ങളെല്ലാവരും കൂടി വന്നാലും ഞങ്ങൾ ഈ സംഘം തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് വേണ്ട ഏത് കിതാബും കൊണ്ടുവരാം. ഒരു കിതാബുമായി വന്നാലും അടിസ്ഥാനപരം ഞങ്ങളെ വാദം എന്താണെന്നറിയോ? മഹാനരായ ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ള ഉന്നതാധികാരികളായ മശായിഖന്മാർ അവർക്ക് അല്ലാഹു നൽകുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ മുദബ്ബിറുൽ ആലം മാത്രമല്ല അതിന്റെയും മേലെയാണവർ. അത് പറയാൻ തന്റെ ഇടമുള്ളവരാണ് ഞങ്ങൾ. നിങ്ങൾ വരി, രണ്ടു കൂട്ടരും കൂടി കൂടിയിട്ട് ഇപ്പാരാ ഒന്നായത്? ഇപ്പാരാ ഒന്നായത്? ഞങ്ങൾ ഒന്നാക്കിയതാണോ? എന്താ മൂപ്പര ഇൻഷാ അല്ലാഹ്, എന്താണ് ആശ? അതാ നെല്ലിക്കുത്ത് ഉസ്താദിന്റെ കിതാബ്. നമ്മളന്ന് ലൈവിൽ ചെമ്മാട് അയാളവിടെ പ്രസംഗിക്കുമ്പോ തന്നെ നമ്മൾ ക്ലിപ്പിട്ടു. നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു, എവിടെ പറഞ്ഞ്? നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞ് മുദബ്ബിറുൽ ആലം എന്ന് ഒരു വലിയനെ കുറിച്ച് പറയാൻ പാടില്ല. ഏതർത്ഥത്തിൽ? റാത്തിയായ മഅനക്ക് സ്വയം മുദബ്ബിറാണ് എന്ന അർത്ഥത്തിൽ. അതേ സമയത്ത് അല്ല കൊടുത്ത അടിസ്ഥാനത്തിൽ പറയാം എന്ന് സ്ഥാപിച്ച ആളാണ് നെല്ലിക്കുത്ത് ഉസ്താദ്. കഴിഞ്ഞ തവണ വന്നപ്പോ നെല്ലിക്കുത്തിന്റെ വർത്താനം പോലുമില്ല.
കഴിഞ്ഞാതാ. നിങ്ങൾ നോക്കി, ഇവിടെ പരസ്യമായിട്ട് എഴുതി വെച്ചതാ. ഇത് നോക്ക് നിങ്ങൾ, മൗലിദ് നൂരിയിൽ ഗൗസിൽ മടവൂരി AP ഉസ്താദാണ് ഇത് പരിശോധിച്ച് ഉറപ്പുവരുത്തി ഹക്കാണെന്ന് പ്രഖ്യാപിച്ചത്. അതിലിതാ ഖുതുബുൽ അഖ്താബ് വ മുദബ്ബിറുൽ ആലം. ശൈഖുന ഖുതുബുൽ അഖ്താബാണ്, മുദബ്ബിറുൽ ആലമാണ്. ഇത് പിൻവലിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് അതിന്റെ അപ്പുറം പറയുന്നു ഫൽ മദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സുദി. ഇതൊന്നും എന്നെ കുറിച്ച് നോക്കുമ്പോൾ ഒരു മദ്ഹു അല്ല, ഞാൻ അതിന്റെ മേലെയാണ്. അതാ വഹാബി എഴുതുന്നത് നോക്കിയിട്ട് അവൻ പറയുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ ഏത് നോക്കിയിട്ട് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയത്. അതിലൊന്നും രണ്ടാമത്തെ ഒരു വർത്താനം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ ഉണ്ടേവരി മറ്റോലും കൂട്ടിക്കോളി, മറക്കണ്ട. പോരുമ്പോ കുറ്റ്യാടിയിൽ കയറി മൂപ്പരും കൂട്ടിയിട്ട് പോന്നാൽ മതി. അതാണ് അനസ് മൗലവിനോട് പറയാനുള്ളത്. കൂട്ടിയിട്ട് വരി നിങ്ങൾ രണ്ടും കൂടി ഞങ്ങളൊന്ന് പൂട്ടിത്തരാം, എന്നിട്ട് ശരിയാക്കാം. നിങ്ങൾ ശ്രദ്ധിക്കവിടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം പറഞ്ഞ് ഒരു വാദപ്രതിവാദം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഇവര് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി എന്തിനാണ് അതും പിടിച്ചു നിൽക്കുന്നത്? അത് പിരിച്ചു വിട്ട് വേറെ വല്ല പണിക്കും പോയി മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ പറഞ്ഞോളാ ദീൻ. അതല്ലാതെ എന്ത് ദീന അങ്ങക്ക് പറയാനുള്ളത്? എന്നിട്ടിപ്പോ ഇന്നലെ അയാൾ വന്നിട്ട് എന്താ പറഞ്ഞ മറുപടി? മുദബ്ബിറുൽ ആലം എന്ന ഔലിയാക്കളെ കുറിച്ച് ഞങ്ങൾ പറയാറില്ല. അപ്പം ഇവർക്ക് ഇത് ഓർമ്മ, ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പറയാ, അഥവാ എവിടെയെങ്കിലും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മഅന മുദബ്ബിറുൻ ഫിൽ ആലം എന്നാണ്. ഒരു ഫീ ആണ് കൂട്ടിക്കൊടുത്ത്. അഥവാ ലോകത്തിലെ ഒരു മുദബ്ബിർ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാന്ന് മറ്റേയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊപ്പിച്ചതാ. ഏത് 1400 കൊല്ലമായി ഇവിടെ അഹ്ലുസുന്ന വിശ്വസിക്കുന്ന വിശ്വാസം ഹബീബായ ത്വഹ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകാത്ത ഒരു അധികാരവുമില്ല. ആലമാകുന്ന മാസിവൽ ബാരി മുഴുവനും നൽകപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഹബീബായ തങ്ങളുടെ വാരിസീങ്ങളും നായിബീങ്ങളുമാണ് മശായിഖന്മാർ. അവർ ആ സ്ഥാനത്തിരുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇത് അഹ്ലുസുന്ന പറഞ്ഞു വന്നിട്ട് മിനിയാന്ന് ഒരാൾ ഉദ്ധരിക്കുക, ശറഉൽ മഖാസിദിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? മുദബ്ബിറുൽ ആലം അള്ളാന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എവിടെ മുദബ്ബിർ എന്ന് പറഞ്ഞാലും മുദബ്ബിറും ഫിൽ ആലം എന്ന അർത്ഥം വെക്കണം. അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ശറഉൽ മഖാസിദിൽ പറഞ്ഞ മുദബ്ബിർ അത് ദാത്തിയായ മുദബ്ബിറാണ്. അള്ളാഹു സ്വയം മുദബ്ബിറായത് അള്ളാഹ്ക്ക് മാത്രമാണ്. ഇതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളത് കൃത്യമായി, ഞങ്ങൾ എന്നല്ല, നിങ്ങൾക്ക് ആ വാദല്ലേ. നിങ്ങൾ മുദബ്ബിറും ഫിൽ ആലം എന്നാ പഠിപ്പിച്ചത്. ഞാൻ നിങ്ങളെ കൊണ്ടുവരാ ഒന്നിനു ശേഷം ഒന്നായിട്ട്. തളിപ്പറമ്പിലെ ആ സാഹിത്യോത്സവ വേദിയിൽ അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ ശൈത്താൻ വരുമെന്ന് പറഞ്ഞ മുസ്ലിയാർ, ആ മുസ്ലിയാര് ശറഹുൽ മഖാസിദ് വായിച്ച് അദ്ദേഹം പുതിയ വാദം കൊണ്ടുവരുന്നതിന്റെ മുമ്പ് നിങ്ങൾ നടന്ന് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഒരു മുദബ്ബിർ എന്നല്ല, ലോകത്തെ നിയന്ത്രിക്കുന്നവർ, ലോകത്തെ ആലമിനെ. അതാ ലഫ്ള്. മലയാളെങ്കിലും പഠിക്കി. കൊണ്ടുവരാ ഓരോന്ന്. ഒന്ന് AP ഉസ്താദ് തന്നെ ആയിക്കോട്ടെ. ഒന്നാമത്തത് AP ഉസ്താദ് അതാ ക്ലിയർ ആയിട്ട് പറയുന്നു, ലോകത്തിലെ ഒരു നിയന്ത്രിക്കുന്ന ആളെന്നല്ല, ലോകത്തെ. മലയാളെങ്കിലും ശ്രദ്ധിക്കി. അതാ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ചത്. പഠിപ്പിച്ച ലഫ്ള് വരെ മറക്കണ്ട. ആയത്തോതിയിട്ടാ പഠിപ്പിക്കുന്നത്. വെക്ക് AP ഉസ്താദ് വരട്ടെ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അള്ളാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എന്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. ഇമാം ഫഖറുദ്ദീൻ റാസി തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി നിങ്ങൾക്ക് കാണാം. ഫൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകൾ ആകുന്നു. എത്ര സ്ഥലത്ത് ഈ വാദ് പറഞ്ഞു? രണ്ട് കാര്യം. ഒന്ന്, ലോകത്തെ നിയന്ത്രിക്കുന്നവർ. ഇതാരാ അവിടെ ആദ്യം പറഞ്ഞ് കേരളത്തിൽ പഠിപ്പിച്ചത്? എന്താ നിങ്ങൾ വാദപ്രതിവാദത്തിൽ കുടുങ്ങിയപ്പോ പറഞ്ഞ്? ഇത് കുരുവട്ടൂരികൾ ഉണ്ടാക്കിയ വാദമാണ്, ഞങ്ങൾക്ക് ഈ വാദമായിട്ട് ബന്ധമല്ല. എങ്കിൽ അക്കുരുവട്ടൂരികൾ നമ്പർ 1 നിങ്ങളെ കാന്തപുര ഉസ്താദ് തന്നെയാണ്.
മൂപ്പരല്ലേ പറഞ്ഞു ലോകത്തെ ഞങ്ങൾ ഇടപെട്ടതെവിടെ? നമ്മൾ ഇടപെട്ടത് ഇവരൊരു വാദം കൊണ്ടുവരും. ആ വാദം ഇവിടെ വിവാദമാകും. നമ്മളതിന്റെ കിതാബ് വായിക്കേണ്ടി വരും. നെയ്യലുണ്ട് എന്ന് പേരോടത്ത് റഹ്മാൻ സഖാഫി വാദിക്കുന്നു. നമ്മൾ അതിൻ്റെ വ്യക്തമായ ഭാഗം പറഞ്ഞ് തെറ്റാണെന്ന് പറയുന്നു. നമ്മളതിൻ്റെ പ്രമാണങ്ങൾ ഹബീബായ തങ്ങൾക്ക് ഒരിക്കലും നേരില്ല എന്ന് സ്ഥിരപ്പെടുത്തുന്നു. ഇതല്ലേ വിവാദങ്ങൾ ഉണ്ടാക്കിയതൊക്കെ വരല്ലേ? തദ്ബീറുൽ ആലം എന്ന വിഷയം ഇവിടെ ആദ്യം കൊണ്ടുവന്ന് നിങ്ങളാണ്. കണ്ടില്ല നിങ്ങൾ ആ ആയത്ത് കൊണ്ട് വായിച്ചിട്ട് ഫൽ മുദബ്ബിറാത്തി അംറാ ഹും അർവാഹുൽ മുഅ്മിനീൻ എന്ന് കാന്തപുരം ഉസ്താദ് റാസിയിൽ നിന്ന് വായിച്ചപ്പോ എല്ലാ കവലകളിലും കുഗ്രാമങ്ങളിലും ചെന്ന് മുജാഹിദുകാർ റാസി എടുത്ത് ചോദിച്ചു, കാന്തപുരം പറഞ്ഞ ഈ റാസിയിൽ ആ ഇബാറത്ത് റാസിയിൽ എവിടെ? തെളിയിക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ ഒരാശയം കുഗ്രാമങ്ങളിൽ പോലും വലിയ രൂപത്തിൽ പിച്ച് ചീന്തപ്പെടുകയും ആയിരക്കണക്കിന് സാധനങ്ങൾ ഇറങ്ങുന്നില്ല. എവിടെ? തവളക്ക് മക്കളുണ്ടായ പോലെ ഒരു കൊല്ലം തന്നെ എത്ര സഖാഫികളും എത്ര അഹ്സനികളും ഏതെല്ലാം സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇവിടെ. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് AP ഉസ്താദ് പറഞ്ഞ ആ ഇബാറത്ത് റാസിയിൽ നിന്ന് വായിച്ച് അത് സ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞു. അന്ന് ഞങ്ങളുടെ മശായിഖന്മാർ ആ വിഷയം അഹ്ലുസുന്നയുടെ വാദമായതുകൊണ്ട് നിങ്ങൾ മറുപടി പറയണം, അത് തെളിയിക്കണം എന്ന് പറഞ്ഞപ്പോ റാസിയും പിടിച്ച് ഞങ്ങൾ ഇറങ്ങിയതാ. ഫൈസൽ മൗലവിയെ നേരിടാൻ, അനസ് മൗലവിയെ നേരിടാൻ, ഹനീഫ മൗലവിയെ നേരിടാൻ നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞ തെളിവ് ചോദ്യം ചെയ്യപ്പെട്ടു. ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വാഹകർ എന്ന നിലക്ക് ഒരു സുന്നി ആശയം ഇവിടെ ആ രൂപത്തിൽ എതിർക്കപ്പെടുമ്പോ ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ അത് തെളിയിക്കാൻ ഞങ്ങൾ ഇറങ്ങി. അല്ലാതെ ഞങ്ങൾ ഇവിടെ വന്നത് പ്രഖ്യാപിച്ച് തെളിവ് പറഞ്ഞതല്ല. നിങ്ങൾ കൊണ്ടുവന്ന് തെളിവ് പറഞ്ഞു. എവിടെയെന്ന് വഹാബി ചോദിച്ചു, നിരന്തരം ചോദിച്ചു, ക്യാമ്പയിൻ തന്നെ വെച്ചു. നിങ്ങൾ അനങ്ങിയില്ല. ഞങ്ങൾ ഇറങ്ങി, പഠിപ്പിച്ചു കൊടുത്തു. അത് മൗലവിമാര് മുങ്ങി. അതല്ല ഉണ്ടായത്. നിങ്ങളാ കൊണ്ടുവന്നത്. അതിനാരും ഒഴിവില്ല. ഈ വാദം തളിപ്പറമ്പെന്ന് വാദിച്ച സാക്ഷാൽ പേരോട് സഖാഫി 8 കൊല്ലം മുമ്പുള്ള ആളെ വാഴൊന്ന് കേട്ടു നോക്കി. 8 കൊല്ലം മുമ്പ് അയാളതാ മർക്കസ് എന്ന് വാഴ പറയാ. ഹബീബായ തങ്ങളുടെ മഹത്വം എന്താണ്? ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ നന്മകളുടെയും താക്കോൽ എന്റെ കയ്യിലാണ്. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറാ. കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ ഇതൊന്നും അംഗീകരിക്കാൻ അഹങ്കാരമുള്ളവർക്ക് കഴിയില്ല. അഹങ്കാരം മാറ്റിവെച്ചാൽ അംഗീകരിക്കുക. ഈ വാഴൊക്കെ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. കേട്ടിട്ടില്ലേ? കേട്ടുകൊടുക്കി. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ. ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭൂമിയുടെ സ്റ്റോറുകൾ മുഴുവനും എനിക്ക് തരാ, ഭൂമിയുടെ സ്റ്റോറുകളുടെ താക്കോലുകൾ മുഴുവനും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ നന്മയുടെയും താക്കോല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ്. അത് ബുഖാരിയിലെ ഹദീസാണ്. അതുപോലെ തന്നെ അവിടുന്ന് പറയുന്നു, ഇന്നമാന ഖാസിബുൻ വല്ലാഹു യുതി, ഞാൻ കൊടുക്കുന്ന നേതാവാണ്, ഞാൻ വിതരണം ചെയ്യുന്ന നേതാവാണ്, കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ്. ഓ മുഅ്മിനീങ്ങളെ, അപ്പൊ കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, ഉടമസ്ഥൻ ഒന്നേ ഉള്ളൂ, രാജാവ് ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുന്ന നേതാവാണ്. അതേ വിതരണം ചെയ്യാൻ വേണ്ടി മുഴുവൻ നന്മകളുടെയും താക്കോല് നൽകപ്പെട്ട നേതാവാണ്. ആ താക്കോല് നൽകപ്പെട്ട നേതാവുമായി ബന്ധപ്പെടാതെ, ആ താക്കോല് നൽകപ്പെട്ട നേതാവ് വിതരണം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാതെ, ആ നേതാവിൽ നിന്ന് ലഭിക്കാതെ ലോകത്തൊരു നന്മയും ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവിടെ തന്നെ പറയാൻ പറഞ്ഞത്, ഇല്ലാ ബലാഗം മിനല്ലാഹ്, ഉടമസ്ഥാവകാശം അല്ലാഹുവിനേ ഉള്ളൂ. ഏതുപകാരവും ഉപദ്രവവും ചെയ്യുന്നവൻ അല്ലാഹ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇല്ലാ ബലാഗം മിനല്ലാഹ്, ഞാൻ നിങ്ങൾ
നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതൊക്കെ അള്ളാഹുവിൽ നിന്ന് എത്തിച്ചു തരികയാണ്. അവൻ തരുന്നത് നിങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ്. കൊടുക്കുന്ന രാജാവ് ഒന്നേ ഉള്ളൂ, വിതരണം ചെയ്യുന്ന നേതാക്കളായി അള്ളാഹു തആല പലരെയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മഹാത്മാക്കളെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. ആകാശങ്ങളിലും അല്ലാഹുവിന് സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. അങ്ങനെ ഈ ലോകത്ത് കാര്യങ്ങൾ വിതരണം ചെയ്യാനും നോക്കാനും അല്ലാഹുവിന് ധാരാളം സൈന്യങ്ങളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പക്ഷേ ആ ഖുർആനിന്റെ ആശയം അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു തആല സൈന്യങ്ങളായി നിശ്ചയിച്ച മഹാത്മാക്കളുടെ ആ മഹാത്മ്യം അംഗീകരിക്കാൻ കഴിയാതെ പോയത് അഹങ്കാരത്തിന്റെ കാരണം കൊണ്ടല്ലേ സഹോദരന്മാരെ? എനിക്കില്ലാത്ത പവർ മറ്റൊരാൾക്ക് എങ്ങനെ അല്ലാഹു കൊടുക്കുമെന്ന ആ അഹങ്കാരത്തിന്റെയും അസൂയയുടെയും ചോദ്യമല്ലേ സുന്നത്ത്? തീർച്ചയായും ആ അഹങ്കാരം മാത്രമേ അതിന്റെ പിന്നിലുള്ളൂ. മടവൂർ ശൈഖുനാക്ക് എങ്ങനെ ആ മഹത്വം എന്ന അഹങ്കാരം താങ്കൾക്ക് പിടികൂടാനുള്ള കാരണം ഒരു ശൈഖ് ഉണ്ടായില്ല. ഫശൈഖുഹു ഇബ്ലീസ്, ഇബ്ലീസ് ശൈഖായി. അപ്പൊ നിങ്ങൾക്ക് ഫൽ മുദബ്ബിറാത്തി അംറ ഓർമ്മല്ല? ബുഖാരിയുടെ ആ ഹദീസ്, എനിക്ക് ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും താക്കോൽ നൽകപ്പെട്ടു എന്ന ഹദീസ് ഓർമ്മയില്ല? ഇല്ല ബലാഗം മിനല്ലാഹ് എന്നുള്ളത് ഓർമ്മയില്ല? കൊടുക്കുന്നവൻ അല്ലാഹു, വിതരണം ചെയ്യുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളിലൂടെ അല്ലാതെ ലോകത്ത് ഒരു വസ്തുവും വിതരണം നൽകപ്പെടുന്നില്ല. അതാണ് തദ്ബീർ എന്ന് പറഞ്ഞതിന്റെ മഅന. അപ്പൊ ഇവിടെ ആരാത് പറഞ്ഞ്, ആരാത് ഇവിടെ പ്രഖ്യാപിച്ച്? ഒന്ന് കാന്തപുരം ഉസ്താദ്, രണ്ട് ഇപ്പോൾ നിഷേധിച്ച അള്ളാന്റെ റസൂലിന്റെ കോലത്തിൽ ശൈത്താൻ വരുമെന്ന് പറഞ്ഞ ആ ആൾ രണ്ടാമത് നിഷേധിച്ചു. ഇനി ഇന്റർനാഷണൽ ദാഇയെ കൊണ്ടുവാ, അദ്ദേഹവും ഇത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ് പേരോട് ഉസ്താദിന് പഴക്കൂലെന്നുള്ള പറഞ്ഞ്, അതിനു മുമ്പ് ഈ വിവാദം വരുന്നതിന് മുമ്പ് മുഴുവൻ CD ഇനി ഡൗൺലോഡ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കാൻ നോക്കണ്ട, ഇതൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്, എടുക്കുക. അടുത്ത് ഇന്റർനാഷണൽ ദായി വരട്ടെ, പറയട്ടെ. മശായിഖന്മാരെയും എല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക, അവരിൽ വരുന്ന തെറ്റുകളെക്കുറിച്ച് താക്കീത് ചെയ്യുക, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഗൈഡൻസ് കൊടുക്കുക, അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു മഹാനവറുകളുടേത്. അവരെ എതിർത്തവരും അംഗീകരിക്കാത്തവരുമായ ആളുകളെ വഫാത്തിനു ശേഷം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും മഹാനവറുകളുടെ മഹത്വത്തിന്റെ പ്രചാരകരായി മാറ്റുകയും ചെയ്തു എന്നത് ബഹുമാനപ്പെട്ടവരുടെ മഖാം, അവരുടെ ദർജ വഫാത്തിന് ശേഷം അതിനേക്കാളും വലിയതാണ് ആ നിയന്ത്രണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിതകാലത്ത് അവരെ അംഗീകരിക്കുകയോ അവരുടെ ബഹുമാനങ്ങൾ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ അവരെ കൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് പറയിച്ച് അങ്ങനെ എല്ലാവരെ കൊണ്ടും സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ അത് അവരുടെ അല്ലാഹു തആല കൊടുത്തിട്ടുള്ള വലിയ ഒരു കഴിവാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരാണ് ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. ഫൽ മുദബ്ബിറാത്തി അംറ. മഹാനവറുകളുടെ ആ കറാമത്തുകൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കാരണം ഇത് അന്ന് പാടത്തിന് എടുത്തു വെച്ച് നന്നായി. ഫൽ മുദബ്ബിറാത്തി അംറ, ലോകത്തിലെ മുദബ്ബിർ എന്നല്ല, ലോകത്തെ തദ്ബീർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ഔലിയാക്കൾ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഒക്കെ നിങ്ങളെ അവിടെ കൊണ്ടുവന്നു. വളരെ വിവാദമായ പ്രസ്താവന ഇറക്കിയത് പകരഹസനിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടോളൂ. നിങ്ങൾ എന്റെ പേരിൽ തർക്കിക്കാം, ഞാൻ അവിടെയും ഉണ്ടാകും ഇവിടെയും ഉണ്ടാകും. ഖുതുബുൽ ആലം, ഞാൻ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും. ഞാൻ ആലമിനെ നിയന്ത്രിക്കുന്നവനാണ്, അവിടെ ഒക്കെ ഞാൻ ഉണ്ടാവും. ഇത് ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിലും ഒരേ ടൈമിൽ സിഎം വലിയുള്ളാഹി ഉണ്ടായ പല അനുഭവങ്ങളും. എന്നിട്ടാ അവിടുത്തെ ഷെയ്ഖായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ആലമിനെ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് ശൈഖുന തന്നെ പറഞ്ഞ സംസാരം കൊണ്ടുവരികയാണ്. ഇനി അതിന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയായ ഒരു സഖാഫിയുടെ ശറഹും കൂടി കേട്ടാൽ, അത് ഇവിടെ തളിപ്പറമ്പിന് ശേഷം വന്നതാണ്. തളിപ്പറമ്പിൽ ഒരു പഞ്ചായത്തിന്റെ തദ്ബീറാണെങ്കിൽ ഓക്കെ,
സ്ഥാപനത്തിന്റെ തദ്ബീറാണെങ്കിലൊക്കെ ആലം മുഴുവനും അത് അല്ലാഹുവാണ്, അത് വേറൊരാക്കുണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കായി എന്ന് പറഞ്ഞപ്പോ പകര ഹസനിയുടെ ശിഷ്യൻ കൂടിയായ ഒരു സഖാഫി അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ നിയന്ത്രണം അള്ളാന്റെ ആവശ്യമില്ല, അത് ഞാനാറിന അവിടെ ശിർക്ക് വരും. ഒരു സ്ഥാപനം പറഞ്ഞിട്ട് കാര്യമുള്ളത് അള്ളയാണ് ഇതിന്റെ മേൽനോട്ടം, അള്ള ഏൽപ്പിച്ചതാണ് എന്നെ, അള്ള ഏൽപ്പിച്ചു എന്ന് പോലും സങ്കല്പിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ലോകവും. ഇത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, വെച്ചുകൊടുക്കും. ഇതൊന്നും ഞങ്ങളല്ല, നിങ്ങൾ പറയുന്നു, വിവാദമുണ്ടാക്കുന്നു, നിങ്ങൾക്ക് ആകാതാവുമ്പോൾ ഞങ്ങൾ പോകുന്നു. അതാണ് ഇവിടെ സത്യം. വെക്ക് അടുത്ത വെക്ക്. ഒരു അടിസ്ഥാന ശാസ്ത്രം സംസാരിക്കാം. ലോകം മുഴുവനും ഖുത്ബുൽ ആലം സി.എം. വലിയുള്ളാഹി തങ്ങൾ നിയന്ത്രിക്കുന്നു എന്ന വാക്കാണ് അപകടമെങ്കിൽ അതിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിച്ചത്. സി.എം. വലിയുള്ളാഹി തങ്ങൾ കടലോ അല്ലെങ്കിൽ ഇപ്പൊ ആ മടവൂർ ഭാഗത്ത് ആ ഒരു പഞ്ചായത്ത് മൊത്തം സി.എം. വലിയുള്ളാഹി നിയന്ത്രിക്കുക, അതിന് വലിയ കുഴപ്പമില്ല. ഈ സംസാരത്തിൽ അങ്ങനെ ധ്വനിയില്ലേ? ഈ പറയുന്ന മൗലവി എന്താണ് ആലം എന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. ആരാണ് റബ്ബുൽ ആലം? എന്താണ് ആലം? മാസിവൽ ഭാരി എന്ന് പറയുന്ന അള്ളാഹു അല്ലാത്തതെല്ലാമാണ് ആലമ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആലമിലെ ഓരോ കണികകളും ആ വിഷയത്തിൽ സമമാണ്. അള്ളാഹു അല്ലാത്തത് എന്ന വിഷയത്തിൽ സമമാണ്. അതിലെ ഒന്നുപോലും മറ്റൊരാൾ നിയന്ത്രിക്കില്ല. റബ്ബുൽ ആലമീൻ അല്ലാതെ മറ്റൊരുത്തരും അതിന് സംരക്ഷണമേകില്ല, നിയന്ത്രിക്കില്ല. ഒരു വിരൽ പോലും ചലിക്കില്ല, ഒരു ഇല പോലും ഇളകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ അതിലെ ഏതെങ്കിലും ഒരു ഇല ഇളക്കുന്നതിൽ ഒരു മറ്റൊരാൾക്ക് റോൾ ഉണ്ടെങ്കിൽ വിഷയം അവസാനിക്കാൻ അവിടെ. അല്ലാതെ ആലം 18,000 എന്ന് പറഞ്ഞ ഈ ആ ശബ്ദം നീട്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്തോ ഒരു ഐഡിയകളുണ്ട്. ഈ ആൾ പാവാണ്, നിഷ്കളങ്കനാണ്, കൽബിലൊന്നുമില്ല, അതേപോലെ തന്നെ തലയിൽ പറഞ്ഞു മാറ്റുന്നു. അല്ല, അതിൽപ്പെട്ടതാണ്. കാരണം അവർക്ക് ഇതൊന്നും പുറത്തിട്ടില്ല. ഞാൻ ഈ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു ക്ലിപ്പ് കാണിച്ചത് ഈ ആലം 18,000 കേസ്. അപ്പൊ ആ ശബ്ദത്തിൽ എനിക്ക് മനസ്സിലായി ഇതാണ് സാധുവാണ്. കാരണം ഇയാൾക്ക് ആദ്യം 18,000 വരുന്ന ശിർക്ക്, വലിയ ശിർക്കും ഈ പറഞ്ഞ ആളെന്നോട് ഒരു സ്ഥാപനം നിയന്ത്രിക്കുന്ന ആളാണ് ഇയാള് നിലവില്. ആ സ്ഥാപനം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇയാളെ വിശ്വാസം അയാൾ അല്ലല്ല, ആ അർത്ഥത്തിലല്ല. രണ്ടർത്ഥം എന്ന് മനസ്സിലായില്ലേ? നിന്റെ സ്കൂളിൽ രണ്ടർത്ഥമുണ്ടോ? ഈ സ്കൂളും അടങ്ങിയ ഒന്നാണ് ആലം. നീ പറഞ്ഞ ഏതർത്ഥത്തിൽ പറഞ്ഞ ആലവും ഈ ആലം നിന്റെ സ്കൂളുകളും നിന്റെ മദ്രസയും നിന്റെ വീടും എല്ലാം ഉൾക്കൊണ്ടതാണ് ഈ ആലം എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും ഒരു കണികയിൽ നീ നിന്റെ റോൾ ഉപയോഗിക്കുന്നതായിട്ട് നീ തന്നെ വിശ്വസിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് ആ അർത്ഥത്തിലല്ല. ഞാനൊരു കാരണമായിട്ട് എല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ് എന്ന അർത്ഥത്തിലാണ്. അത് ഈ ഭാഗത്ത് മാത്രം ആ അർത്ഥത്തിലാണ്. ഈ ഭാഗത്ത് എങ്ങനെ അർത്ഥത്തിലാവും? നിനക്ക് ഒരു റോളില്ലാതെ പിന്നെ എങ്ങനെ നിനക്ക് അവിടെ റോള് വരിക? അത് അദ്ദേഹം ചോദിക്കുന്നത് മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു തരി സാധനം അള്ളാഹ്ക്ക് ഇതിലൊരു റോളുമില്ല എന്ന് അർത്ഥം പ്രശ്നമായി. അതുപോലെ തന്നെയാണ് ആലമും മുഴുവനും അള്ള നിയന്ത്രിക്കുന്നു, ഇവരിലൂടെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് പ്രശ്നം? വളരെ കൃത്യമായ ഖണ്ഡനമായിരുന്നു അത്. ഇതൊക്കെ ഞങ്ങൾ നടത്തിയതാണോ? നിങ്ങൾ എന്തായി മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. തളിപ്പറമ്പിൽ അയാൾ പറഞ്ഞൊന്ന് വരട്ടെ, എന്നിട്ട് ഞാൻ ആ ചോദ്യം ചോദിക്കാം. പേരോട് ഇടപെട്ടെ. നമ്മൾ സാധാരണ റബ്ബുൽ മാല്, അതുപോലെ തന്നെ പറഞ്ഞോട് പല വാചകങ്ങളും റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും. ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ്, അതിന്റെ ഉടമസ്ഥൻ, നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവ്വലോകത്തിന്റെയും റബ്ബ് അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറഞ്ഞ് ശറഹുൽ മഖാസിദ് വായിക്കാൻ പോവാൻ. എന്റെ ചോദ്യം, ശറഹുൽ മഖാസിദിന്റെ ഇബാറത്തുകൾ തെറ്റായി അർത്ഥം വെച്ച് മുജാഹിദുകളുടെ വാദം ആ സാഹിത്യോത്സവ വേദിയിൽ വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വായിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ അത് മുദബ്ബിറും ഫിൽ ആലമാണ്, ലോകത്തെ ഒരു മുദബ്ബിർ എന്നേ ഉള്ളൂ എന്ന് വ്യാഖ്യാനിച്ചതായി തെളിയിക്കാൻ നിങ്ങളെ മുഴുവനും ഞങ്ങൾ വിളിക്കുകയാണ്. കൊണ്ടുവരി, നിങ്ങളൊരർത്ഥം പുതിയതുണ്ടാക്കുക, എന്നിട്ട് മുഴുവനും നിങ്ങൾ തന്നെ മാറ്റുക. നിങ്ങൾ എന്നെ പെട്ടപ്പോ നിങ്ങൾക്ക് വാദല്ല എന്ന് പറയാ, ഒരിക്കലും നടക്കൂല. ഞങ്ങൾ കൃത്യമായി പറയുന്നു,
മശായിഖന്മാരെ പിൻപറ്റാത്തതിന്റെ ഫലമാണ്. മുദബ്ബിറുൽ ആലം അല്ലാഹയാണ്. ആ അല്ലാഹു മുദബ്ബിറുൽ ആലം അത്രയും വലിയ ഖലീഫമാർക്ക് നൽകും. അങ്ങനെ നൽകിയിട്ടുണ്ട്. ഔസുൽ ആലം നൽകിയിട്ടുണ്ട്, റിഫായി ശൈഖിന് നൽകിയിട്ടുണ്ട്, ഖാജാ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, മഹാനരായ നഖ്ശബന്ദി ബഹാവുദ്ദീൻ നഖ്ശബന്ദി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ മഹാനരായ ശിഹാബുദ്ദീൻ സുഹ്റവർദി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, മടവൂർ ശൈഖുനക്കും നൽകിയിട്ടുണ്ട്. അതെന്നും ഒരാളുണ്ടാവും. അതിന്റെ പ്രധാനികളെയാണ് ഞാൻ എണ്ണിയത്. ഇത് അഹ്ലുസുന്നന്റെ വിശ്വാസമാണ്. ഏതായാലും ഈ വാദപ്രതിവാദം കൊണ്ട് നിങ്ങളും വഹാബികളും ഒന്നാണ് എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി ആ വിഷയം കൃത്യമായി മുജാഹിദ് ബാലുശ്ശേരിയുടെ കേവലം പഠനത്തിൽ നിന്നുകൊണ്ട് ഒരു അവലോകനം നടത്തിയല്ലോ. ആ അവലോകനം കൂടി കേട്ടാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നേരത്തെ പറഞ്ഞതിന്റെ കൃത്യമായ മറുപടിയാകും. എന്താ അദ്ദേഹം പറഞ്ഞത്? വെറുതെ ഞങ്ങളെക്കുറിച്ച് പറയാണ്, ഞങ്ങളിതൊന്നും അറിയാത്ത പാവങ്ങളാണ് എന്നതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ ആ അവലോകനം 30-ാമത്തെ എടുക്കും, അത് കൊണ്ടുപോവാ. എന്നിട്ട് അതിൽ പറഞ്ഞു വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ അവലോകനം. പേരോടിനൊരു കുറ്റബോധം. പുതിയ ക്ലിപ്പാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിക്കില്ല. ഒരു പുതിയ ക്ലിപ്പാ. പേരോട് ഈ സമൂഹത്തിന്റെ പലതും കണ്ട് ഇടക്ക് മൂപ്പർക്ക് ഒരു മടുപ്പ് വന്നു. അതായത് ഇടക്ക് മൂപ്പര് ഇബിലീസ് പിടിച്ചെക്കുന്നിടത്തുനിന്ന് അങ്ങ് വിട്ടുവിടുമ്പോൾ മൂപ്പര് ചില യാഥാർത്ഥ്യം പറയും. അപ്പൊ മൂപ്പര് ഖുർആനായത്ത് ഓർമ്മ വരും, ഹദീസ് ഓർമ്മ വരും, ഇബാറത്ത് ഓർമ്മ വരും. മൂപ്പര് ചില ഹക്ക് വിളിച്ചു പറയും. ഹക്ക് വിളിച്ചു പറയുമ്പോൾ നൗഷാദിനും തൊഴിയൂർ മുഹമ്മദ് കുഞ്ഞി സക്കാഫിക്കും പ്രാന്തെടുക്കും. ഓല അവിടെ ചെല്ലും, മൂപ്പര് കുറെ ചീത്ത അറിയും. ഇപ്പൊ അങ്ങനെയുള്ളത്. അതിൽ പേരോട് ഇപ്പൊ ലേറ്റസ്റ്റ് നടത്തിയൊരു പ്രസംഗം ഉണ്ടല്ലോ, എനിക്ക് രോമാഞ്ചം ഉണ്ടായിപ്പോയി. ഞാൻ അന്ന് ആ ക്ലിപ്പ് ഫസ്റ്റ് ഇട്ടിട്ട് പേരോടിന് വേണ്ടി ദുആ ചെയ്തു. 2000 ഒരു അബൂജഹലിനെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് റസൂൽ ദുആ ചെയ്തല്ലോ, അതുപോലൊരു ദുആ. പേരോട് എന്താ പറയണത്? നിങ്ങള് സാധു നിങ്ങളെ ശരീരം നമ്മൾ കേട്ടതാ, പുതിയതൊന്നുമല്ല. അപ്പൊ നോക്ക്, നിങ്ങൾ 2000 ഒരു അബൂജഹലിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേന്നാണ്. അതുവാ ഇങ്ങനെ ഫലിച്ചു വരിക എന്നാ പറഞ്ഞത്. പകുതി കസേര ഇവിടെ വരെ എത്തുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയും കൂടി എത്താം. ഇനി ഒറ്റക്കാര്യം കൂടി പറയാം. ഞാനിതിങ്ങനെ നമ്പർ ഇട്ട് പറയുന്നത് മശായിഖന്മാരുമായുള്ള ബന്ധം കണ്ട് തകർന്നപ്പോ എന്തൊക്കെ വാദങ്ങളാണ് അവർക്കുണ്ടായത്. വ്യതിയാനങ്ങൾ, നീയലവാദം കൊണ്ടുവന്നു. നമ്മൾ പറയാത്തത് ഒരുപാട് മടവൂർ ശൈഖുനെ സംബന്ധിച്ചുള്ള വാദങ്ങളൊക്കെ കൊണ്ടുവന്നു. അതേപോലെ സ്വപ്നത്തിൽ പിശാച് ഇടപെടുമെന്ന് പറഞ്ഞു. തദ്ബീറുൽ ആലം അള്ളാഹ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് വരെ പാസാക്കി. കണ്ടോ നിങ്ങൾ? പിന്നെ ഇസ്തിഗാസക്ക് നേരെ തിരിഞ്ഞു. ഇസ്തിഗാസയുടെ വാക്കുകളെ അദബ് കേടാക്കി കാണാൻ തുടങ്ങി. അതും കൂടി ഇനി കേൾക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് യാ ഹുസൈൻ എന്നതിലേക്ക് വരാം. അതാണല്ലോ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെവിടെ വരെ എത്തി എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇസ്തിഗാസ വിരോധം കുറച്ചായി തുടങ്ങിയിട്ട്. അതിനാദ്യം പറഞ്ഞു വെച്ചതാണ് അല്ല തന്നു എന്നേ പറയാൻ പാടുള്ളൂ, റസൂല് തന്നു, അതുപോലെ മറ്റ് ഔലിയാക്കന്മാർ തന്നു എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടോളൂ. അല്ല തന്നെയാണ് തരുന്നത് എന്ന് കുറച്ച് വിശ്വസിച്ചിട്ട് ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ അയാൾ കഫറാന്നൊന്നും പറയാൻ പാടില്ല, അയാൾ മുശ്രിക്കാന്നൊന്നും പറയാൻ പാടില്ല. അതേ സമയത്ത് ഏറ്റവും നല്ലത് അതേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മുഖേന അല്ലാഹു എനിക്ക് തന്നു, ബദരീകൾ മുഖേന അല്ലാഹു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന എനിക്ക് തന്നു. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിൽ തെറ്റിദ്ധാരണക്ക് അവകാശമില്ല. വേറൊരു കക്ഷികൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവകാശമില്ല. അങ്ങനെയാണ് പറയേണ്ടത്, അല്ലാതെ പറയുന്നത് ശരിയായ അദബല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, ശരിയായ അദബല്ല. അപ്പൊ എനിക്ക് അല്ല മുഖേന, ഇവര് മുഖേന അല്ല തന്നു എന്നാ പറയേണ്ടത്. നേരെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നു എന്ന് പറഞ്ഞ ആ പ്രവർത്തനത്തെ റസൂലിലേക്ക് ചേർക്കൽ ശരിയായ അദബല്ല. ആ ചേർക്കുന്ന ഏറ്റവും വലിയ സ്ഥലമാണ് ഇസ്തിഗാസ. അതാണ് മുഹിയുദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ കാക്കണേ, അങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതൽ തന്നെ. അപ്പൊ ഇസ്തിഗാസയുടെ പദം അത് ഇവർക്ക് അദബ് കേടായി. പിന്നെ എങ്ങനെ കൊപ്പത്ത് സംവാദത്തിനിരിക്കും?